എന്താണല്ലേ ഗ്യാസും കിട്ടാനില്ല. വിറകില്ലേ, വിറകടുപ്പിൽ നമ്മൾ പുറത്ത് വെക്കുന്ന സമയത്തേ ഒരു 10 മണിയൊക്കെ വെക്കുമ്പോൾ ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ വേഗം കറി വെക്കാമെന്ന് വിചാരിച്ച്. ഞാൻ എന്താ കറി വെക്കണേന്നറിയോ? നമ്മുടെ വെള്ളക്കടലയില്ലേ, ആ വെള്ളക്കടലയാണ് കേട്ടോ. ഇവിടെ മക്കൾക്ക് എന്താ കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് അവർ ഭക്ഷണം കഴിക്കും കേട്ടോ. അവർക്ക് ഇഷ്ടമാണ്. ചിലവർ പലഹാരത്തിന് മാത്രമല്ലേ കടലക്കറി കൂട്ടുള്ളൂ. പക്ഷെ ഇവർക്ക് അങ്ങനെ ഇല്ല കേട്ടോ. ഇവർ എന്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നമ്മുടെ സാമ്പാറൊക്കെ വെക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടമാണ് കടലക്കറിയാണെന്ന് വെച്ചാൽ കുറച്ചെങ്കിലും ഒഴിച്ച് കഴിക്കും. സാമ്പാറും മോര് കൂട്ടാനൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ അവർക്ക് എപ്പോഴും നമ്മളിങ്ങനെ വെക്കണമല്ലേ. ഇന്നാളിപ്പോൾ ഞാൻ വെള്ളപ്പയർ മസാല ഇട്ടിട്ട് വെച്ചപ്പോൾ അത് കൂട്ടിയിട്ട് ചോറുണ്ട് കേട്ടോ. അപ്പോൾ ആ കറി അന്ന് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി കുറച്ച് ദിവസം ഇങ്ങനെ കടലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പരിപ്പ് എന്ന് പറയുന്നത് കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് ഇപ്പോൾ വെച്ച് ഊറ്റി. നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ചോറ് ഇന്നലെ ഉച്ചയ്ക്ക് വെച്ച ചോറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങൾ രാവിലെ വെള്ളച്ചോറാണ് ഉണ്ട്. എല്ലാവരും ആരും പലഹാരം കഴിച്ചില്ല. അപ്പോൾ ആർക്കും ഇങ്ങനെ കുട്ടികൾക്കൊന്നും പലഹാരം വേണ്ട. പിന്നെ അടുത്തുള്ളവരെല്ലാവരും പറയും വെള്ളച്ചോറ കഴിച്ച്. രാവിലെ എന്താ ഉണ്ടാക്കി വെച്ചാൽ വെള്ളച്ചോറ് ചമ്മന്തി അരച്ചു എന്ന് പറയും. അപ്പോൾ കുട്ടികൾക്ക് ശരിക്കും അത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. തണുപ്പാണല്ലോ ശരീരത്തിന്. പിന്നെ നമ്മൾക്കൊരു എങ്ങനെ പറയാം, പണ്ട് നമ്മുടെ അച്ഛനമ്മമാരൊക്കെ അങ്ങനെ തന്നെയല്ലേ വെള്ളച്ചോറൊക്കെ തന്നെയല്ലേ കഴിച്ചിരുന്നത്. ഇപ്പോൾ നടക്കാത്തതും കൊണ്ടും കുട്ടികളൊന്നും ഓടിക്കളിക്കുകയൊന്നും ചെയ്യാത്തതും കൊണ്ടാണ് കേട്ടോ അത് കൊടുക്കുമ്പോൾ പ്രശ്നമാണ് പറയുന്നത്. ഞാൻ അങ്ങനെ വിചാരിക്കുകയും ഞങ്ങളുടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പഴങ്കഞ്ഞിയാണ് കേട്ടോ കുടിക്കൽ. പഴങ്കഞ്ഞി ഞങ്ങൾ വെള്ളച്ചോറ് എന്നാട്ടോ പറയുക. പഴങ്കഞ്ഞി കട എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നാളെ ഒരിടത്ത് പോയപ്പോൾ കണ്ടിരുന്നു. നമ്മുടെ ഇതേപോലെ തന്നെ, പക്ഷേ അതിൽ ചെറുപയർ പുഴുക്കും അതേപോലെ തന്നെ ചമ്മന്തിയും മീനും ഒക്കെ പാടെ കൂട്ടിയിട്ട് കഴിച്ചിരുന്നേ. എന്തൊരു ചന്താന്റെ കുട്ടിയെ കാണാൻ. നല്ല ഷർട്ട് ഇട്ട് കൊടുക്കടി എന്റെ കുട്ടിക്കേ. എവിടെ നോക്കട്ടെ, അവനത് ഇഷ്ടമായില്ലെങ്കിൽ വേറിട്ട് കൊടുക്ക്, വേറിട്ട് കൊടുക്ക്. അല്ലേ അത് വേണ്ടാന്ന് പറഞ്ഞ് പൊന്നത് വേണ്ടാന്ന് പറയുന്നു. അതിനത് വേണ്ടാണ്ടേ വേറിട്ട് കൊടുക്ക. ഞാൻ കൊണ്ടുവെക്കണോ, അമ്മ കൊണ്ടേക്കണോ, വല്യമ്മ കൊണ്ടേക്കണോ കുട്ടീനെ എടുത്തിട്ട്? അത് പറഞ്ഞാ പോരെ, ഞാൻ കൊണ്ടേക്ക് എൻ്റെ കുട്ടീനെ. ഈ തേങ്ങ അങ്ങോട്ട് എടുത്തേക്ക്, അവനെ കൊണ്ടേക്ക് വന്നിട്ട് നമുക്ക് കൂട്ടാൻ വെച്ചാൽ മതി. ഒരു കുട്ടീനെ ഞാൻ കൊണ്ടേക്ക് പോയി. പാന്റ് തിരിച്ചിട്ടുണ്ട് അപ്പോഴേക്ക്. എന്ത് നേരെ ഇങ്ങനെയുണ്ടോ പാൻറ്? സുകന്യേ ആക്ക് മാറ് പാൻറ് ഇടാൻ അറിയില്ല പറഞ്ഞാലോ. തിരിച്ചിട്ടാ വേണ്ട പാൻറ് ഇട്ടേ. ഓ പൊന്ന് പോവാണോ? ടാറ്റ. അപ്പൊ എന്താ ഇങ്ങോട്ട് കൈ കാണിക്കുന്നത്? ടാറ്റ ടാറ്റ ടാറ്റയാണ്. എങ്ങനെയാണ് ടാറ്റ ചെയ്ത? ഒരു സന്തോഷമില്ലാത്ത പോക്കാണെന്ന്. അത് എന്നാ തന്നെയല്ലേ എന്നെ കളിച്ചിരിച്ചു പോണ്. അച്ഛണ്ടെങ്കിൽ അവളുടെ കൂടെ മാത്രമേ കളിച്ചിരിച്ചു പോകും. അല്ലാതെ എന്നാ പോണ. മഞ്ഞപ്പൊടി നമ്മളില്ലേ ഇപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, വേഗം ഗ്യാസിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇപ്പോൾ ഈ ഓലക്കൊടി ഇങ്ങോട്ട് ഇട്ടതും കൊണ്ടേ കുറച്ചൊരു തണുപ്പ് തോന്നില്ലേ. ഉരുളക്കിഴങ്ങ്, അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ അത്. എന്താണ് അമ്മു എന്താ തേങ്ങ ചിരവുമ്പോൾ കഴിക്കാൻ പാടില്ല അറിയോ? അരയ്ക്കുമ്പോഴും കഴിക്കാൻ പാടില്ല അറിയോ? പണ്ട് ദാരിദ്ര്യം ഉള്ളതും കൊണ്ട് തോന്നുന്നുണ്ട്. എൻ്റെ അച്ഛമ്മയൊക്കെ ഞാൻ തിന്നണ സമയത്ത് കയ്യിൻ്റെ തവടിക്ക് കയ്യിൽ എന്താ കിട്ടണമെന്ന് പറഞ്ഞാൽ വെച്ചാൽ അതുകൊണ്ട് ഓരോ കൊട്ട് തരുമായിരുന്നു. ഇന്നൊക്കെ അല്ലേ അച്ചമ്മ കൊട്ട് വെച്ച അച്ചമ്മ കൊട്ടിയും കൊണ്ടേ ഇരുന്നോട്ടെ, ഞങ്ങൾ തിന്നോളാ പറയും. ഇപ്പോഴത്തെ മക്കൾക്ക് എവിടെ അച്ചമ്മമാരെ പേടിയുള്ളത്? അമ്മു പഠിക്കുകയാണ്. അമ്മൂന് ഇന്ന് പൊളിറ്റിക്സ് പരീക്ഷയാണ്. ഇനി അമ്മൂന് 2 മാസം സ്കൂൾ പൂട്ടില്ലേ, ആ 2 മാസം സ്കൂൾ പൂട്ടുന്ന സമയത്ത് വേണം നമുക്ക് അമ്മൂനെ കമ്പ്യൂട്ടർ പഠിക്കാൻ വിടാൻ. വെറുതെ ഇരിക്കാൻ വിടില്ല, പഠിക്കണം. എന്താണ് പച്ചമുളക്? അമ്മുട്ടി ഞാൻ പറയട്ടെ, എന്താ ഞാൻ ഒരു കാര്യം പറയട്ടെ അമ്മുട്ടി. വിദ്യാധനം സർവധനാൽ പ്രധാനം അറിയോ? അമ്മ മിണ്ടുന്നതില്ല അത് കേട്ടപ്പോ. അതിനെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വിടണം അറിയാം. 2 മാസം കൊണ്ട് എന്ത് പഠിച്ചിട്ടാ?
ഏട്ടൻ 3 മാസത്തേക്കാണ് കോഴ്സ് വരുന്നുണ്ടല്ലോ. നമ്മുടെ ബുദ്ധി പോലെയാണ് നമ്മൾ എന്ത് പഠിക്കണതേ. 3 മാസം കൊണ്ട് പഠിപ്പിക്കും. 6 മാസമല്ല, 3 മാസം കൊണ്ട് ടാലിയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. എന്താ കമ്പ്യൂട്ടർ ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഇവർക്ക് സ്കൂളിൽ നിന്ന് പഠിപ്പിക്കണ്ടല്ലോ. അതൊക്കെ അറിയാലോ. പിന്നെന്താ അമ്മൂന് IT A+ ആണ്. അപ്പൊ അമ്മൂന് IT-ക്കാണ് വിടേണ്ടത്. അവരവരുടെ കഴിവുകൾ അനുസരിച്ചിട്ട് നമ്മള് പ്രവർത്തിക്കാൻ നിൽക്കണം. പിന്നെ ഇന്നലെ കുഴിമന്തി ഉണ്ടാക്കിയില്ല അജ്നാമോട്ടോ ഇട്ടക്കണോ ചോദിച്ചിരുന്നു. അജ്നാമോട്ടോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതിന്റെ ഒരു ചെറിയൊരു കവർ ഉണ്ടായിരുന്നില്ലേ, അത് നിങ്ങൾ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതിൽ അജ്നാമോട്ടോ ആണെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് ചോദിച്ചു. അത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പോകുന്ന നമ്മൾ ഇടാറില്ല കേട്ടോ. അതൊക്കെ നമ്മൾ മാറ്റി വെക്കാറുണ്ട്. നമുക്ക് ആ ഒരു ടേസ്റ്റ് മതി എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇന്നലത്തെ കുഴിമന്തി ഇല്ലേ, സൂപ്പറായിരുന്നു. ഞാൻ അതിൻ്റെ മാത്രമായിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ഇട്ട് തരാം കേട്ടോ. കുറേ പേര് ചോദിച്ചിരുന്നു ചേച്ചി അതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ഇടുമോ എന്നുള്ളത്. ഇനി കുറച്ച് അരി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ഇപ്പോൾ ചൂട് കാരണമല്ലേ ചിക്കൻ വാങ്ങിയിട്ട് 2 പ്രാവശ്യം ഇപ്പോൾ ചിക്കൻ വാങ്ങിയില്ലേ. ഇപ്പോൾ ചിക്കൻ ആർക്കും വേണ്ട കേട്ടോ. പിന്നെ എന്താ ഈ കടലക്കറിയൊക്കെ വയ്ക്കുന്നത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾ ഇന്നാൾ വെള്ളപ്പയർ കഴിച്ചു. അപ്പം ഇന്ന് കടല കഴിക്കുന്നു വിചാരിച്ച് നമ്മൾ കടലാക്രമണം ഉണ്ടാക്കണോ. ഒരു കൊറോണ സമയത്തില്ലേ ഈ കടലക്കറി അല്ലേ, നമ്മൾ ആ സമയത്ത് ചെറുപയർ, കടല, വെള്ളപ്പയർ, മുതിര. കാരണം പുറത്ത് പോയിട്ട് പച്ചക്കറി അധികം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ടേ അങ്ങോട്ട് തോനുണ്ടായിരുന്നു ഇവിടെ. അതന്നെയായിരുന്നു ഒരു സമയത്ത് തീറ്റ. മതി, കുറച്ചും കൂടി വേഗം ചെലവ്. ഞാൻ പോയപ്പോൾ അവൾ 2 പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴുകാൻ തന്നു. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ തേങ്ങയരവൽ കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ വീട്ടിലൊക്കെ നമ്മൾ കടലക്കറി വെച്ച് കഴിഞ്ഞ് വെച്ചാൽ ആ കറി തന്നെയായിരിക്കും കേട്ടോ അന്നത്തെ ദിവസം മൊത്തം. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ എന്ത് ദോശ ഉണ്ടാക്കുമ്പോൾ അതിന് ചട്നി, അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ സാമ്പാർ പിന്നെ അങ്ങനെ കൂട്ടും. കടലക്കറി കൂട്ടി ചോറിന് തരുന്നില്ല. പിന്നെ ഞാനത് ശീലിപ്പിച്ചു. എന്താണെന്ന് വെച്ചാൽ അത് കഴിച്ച് നല്ലതല്ലേ കഴിച്ചോളും. പിന്നെ വേറൊന്നും ഉണ്ടാക്കാതിരിക്കുമ്പോൾ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ കഴിച്ച് ശീലമായിട്ടോ. അപ്പോൾ അടുത്ത വീട്ടിലത്തെ അവരെ ചക്ക ഇടുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ചക്ക ഒന്നും മൂത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എങ്ങനെയാണ് ഇടുക എന്നറിയില്ല. പിന്നെ നിങ്ങൾ കുഴിമന്തി ഉണ്ടാക്കിയത് കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, നിങ്ങളിത് തിന്നാൻ വേണ്ടിയിട്ടാണോ തീറ്റ, എന്തൊരു തീറ്റയെ നിങ്ങളുടേന്ന് പറഞ്ഞിട്ട് അതിൽ കമൻറ്റ് കണ്ടപ്പോൾ പറയാണ്. നമ്മുടെ വീട്ടിൽ മക്കളുള്ളവരാണ്. നമ്മുടെ മക്കൾ നമ്മളിപ്പോൾ 3 നേരം നമ്മൾ വലിയൊരു കഴിക്കണവരെ പോലെ 3 നേരം മാത്രമായിരിക്കില്ല കളിക്കുക. അവർ എന്താണെന്ന് വെച്ചാൽ ഓടിച്ചാടി നടന്ന് കളിക്കുന്ന കുട്ടികളാണ്. അവർക്ക് വിശക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത്ര കിട്ടുന്നതും നമ്മൾ വീട്ടിൽ വയ്ക്കുമ്പോൾ കുറച്ച് തോന ഉണ്ടാക്കുന്നതും തമ്മിൽ വ്യത്യാസമല്ലേ. അവർക്ക് വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുക. അവരിപ്പോൾ കഴിച്ച് വളരേണ്ട സമയത്ത് നമ്മൾ കഴിക്കാൻ കൊടുക്കില്ലേ. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കും, അവർ കഴിക്കുന്നുണ്ടാവും. ചിലപ്പോൾ 4 മണിക്ക് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിക്ക് കുറച്ച് നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിന് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ചൂടാക്കി വെക്കണേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂൾ വിട്ടുവന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അവർ കഴിക്കും. അതും കൊണ്ട് പിന്നെ നമ്മൾ ഇല്ലേ, നമ്മുടെ അപ്പുറത്തെ വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും വീട്ടുകാരിന്ന് എന്തെങ്കിലും പെട്ടെന്ന് കഴിക്കേണ്ട സമയത്ത് വരുമ്പോൾ കൃത്യ അളവിൽ നമുക്ക് വെക്കാൻ പറ്റുമോ? അതൊന്നും വീട്ടുകാരില്ല. ഇപ്പോൾ അരക്കിലോ മാട്ടാർച്ചി കൊണ്ട് കറി വെച്ചപ്പോൾ എന്തൊക്കെ പറഞ്ഞു, എന്തുണ്ടാക്കണോ അതെല്ലാം എന്താണ് അങ്ങനെ പറയരുത്. കാരണം ഞങ്ങളൊരു 11 കുടുംബല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വലിയവർക്ക് തികഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ വേണ്ട ഇത് കഴിക്കണില്ല എന്ന് പറയും. പക്ഷെ മക്കൾക്ക് അത് വയറ് നിറച്ച് കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഒരു കാലഘട്ടം ഞങ്ങൾ എല്ലാ പ്രാവശ്യം 3 കിലോ വെക്കും. ആദ്യമായിട്ടൊന്നും നമ്മുടെ വീഡിയോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അനിയൻ്റെ വീട്ടിക്ക് നമ്മുടെ വീട്ടിക്ക് എല്ലാം പാടുമ്പോൾ നമുക്ക് വേണ്ടേ. നമ്മൾ കുറച്ച് വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നത് വേറുള്ളവർ കണ്ടിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ചെലവണോ? മതി, അത് മതി, തേങ്ങ മതി. നമ്മളില്ലേ വീഡിയോ എടുക്കാത്ത സമയത്തില്ലേ ഇവിടെ പാട്ട് വെച്ചിട്ടാട്ടോ പണിയെടുക്കുക. അങ്ങനെ പാട്ട് വെച്ച് പണിയെടുക്കുമ്പോഴല്ലേ കുറേ എന്തൊക്കെയൊരു സമാധാനം തോന്നും നമുക്ക്. അതെന്താണെന്നറിയില്ല. അത് എനിക്ക് മാത്രമുള്ളതാണോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കെങ്കിലും ഉണ്ടോ? ഡാൻസ് കളിച്ചിട്ടുണ്ടാക്കുക, പാട്ട് വെച്ചിട്ടാണ് കളിക്കുക, അല്ല പാട്ട് വെച്ചിട്ടാണ് നിൽക്കുക, ഡാൻസ് കളിച്ചിട്ടാണ് നിൽക്കുക. എന്താ സുന്നി അങ്ങനെയൊക്കെ? എന്താ പുതിയ കുറച്ചെടുത്ത് വെക്കും. നാളെ മാന്തള് പുളി വെക്കാം, മാങ്ങട്ടിട്ട്. ഓരോ ദിവസം പച്ചക്കറി വേണ്ട, എന്തെങ്കിലും അത്യാവശ്യത്തിനുള്ളത് മാത്രം മതി. ഇല്ലേട്ടാ?
പച്ചക്കറി കൊണ്ട് ഉപ്പേരി പോലെ എന്തുണ്ടാക്കി അവിയൽ പോലെ ദിവസം അവിയൽ ഉണ്ടാക്കുക. പച്ചക്കറി എന്തെങ്കിലും കഴിച്ചോളൂ, പച്ചക്കറി വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ ഇവിടെ പച്ചക്കറി കഴിക്കണ പോലെ എന്താ ചന്തേന്ന് കൊണ്ടുവരും ഓരോ ബിഷോപ്പർ. ആ ബിഷോപ്പർ പച്ചക്കറിയൊക്കെ ഞങ്ങൾ തന്നെ തിന്നുന്നു കേട്ടോ. ഞാനിപ്പോൾ ഉപ്പേരിയൊക്കെ കഴിക്കൽ നിർത്തി. കാരണം എന്താണെന്നറിയോ, ഇനി എന്താ എന്താ പറയാ, എന്താ പറയാ, പേരക്കേ. അതെ, ഇനി പച്ചക്കറി വേണ്ട, പേരക്ക വാങ്ങിയാൽ മതി വേറെ. എന്താണ് ഏട്ടനൊരു കാര്യം പറയട്ടെ, മല്ലിപ്പൊടി തേങ്ങ നല്ല വറുത്തായിട്ടാ, മല്ലിപ്പൊടി ഇതിൻ്റെ കൂടെ ഭയങ്കര സോയാബീനും ഇടാം കേട്ടോ, വെള്ളക്കടല കൂടെ. പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. ഇത് കുറച്ച് എരിവ് കമ്മിയുള്ള മുളക് പൊടിയാണ്. ഇപ്രാവശ്യം നമുക്ക് കിട്ടിയ മുളക് പൊടിയില്ലേ, അമ്പം ചതിച്ചൂലേ സുകന്യമോളെ. ഇവിടെ കുറച്ച് മീറ്റ് മസാല കേട്ടോ. വീട്ടിലത്തെ അമ്മ വന്നിട്ടില്ലേ, മീറ്റ് മസാലയും ചിക്കൻ മസാലയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് പോകാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. ഇനി അമ്മ എന്തായാലും നോമ്പ് കഴിയട്ടെ അല്ലേ, നോമ്പ് കഴിഞ്ഞിട്ട് വരുമ്പോൾ അമ്മ ഉണ്ടാക്കി കാണിച്ചു തരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അമ്മ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിരുന്നാൽ എന്തായാലും അമ്മ വരുമ്പോൾ കാണിച്ചു തരാം. അമ്മ വന്നിട്ട് പത്തിരി ഉണ്ടാക്കുക, അമ്മ പത്തിരി ഉണ്ടാക്കാൻ സൂപ്പറാണ്. പത്തിരി ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പത്തിരി കോഴീൻ്റെ കുറുക്ക കോഴീൻ്റെ മണം എന്ന് പറയില്ലേ സുകന്യല്ലേ, അപ്പോൾ കോഴീൻ്റെ കുറുമിയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും 20-ാം തീയതി പെരുന്നാൾ, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയില്ലേ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വിഷുവിന് വീട്ടിൽ നിന്ന് എല്ലാവരെയും ഏട്ടനെയും ഒക്കെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുതിയ വീട്ടിലത്തെ ആദ്യത്തെ വിഷു അല്ലേ, അപ്പോൾ ആഘോഷിക്കണം നമുക്ക് ഇവിടെ വെച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇനി അപ്പയ്ക്കിന്ന് ഏട്ടൻ ആശുപത്രിയിൽ പോവുകയാണ്. എന്ന് മൂത്തേട്ടൻ എന്നൊക്കെ എല്ലാതും ടെസ്റ്റ് ചെയ്തപ്പോൾ ഒക്കെ കൂടുതൽ കാണിക്കുന്നുണ്ട് ഇത്രേ. ഏട്ടൻ്റെ അപ്പോൾ സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് നോർമലായാലേ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്താവോ ഏതാവോ എന്നൊന്നും അറിയില്ല. നമ്മൾ കാത്തിരിക്കുക പറഞ്ഞ പോലെ അല്ലേ. ഈ എന്താ ചെയ്യുന്നത്, മീൻ നേരേക്കാണ്, അതൊക്കെ അറിയേ. മീനൊക്കെ പകുതി അവിടെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അതിന്റെ തോലൊന്നും ഇങ്ങനെ കളയേണ്ട സുകന്യ. ഏട്ടനത് എന്താ വറുത്ത് കൊടുക്കുക, ചെളുക്കണ്ട് കളഞ്ഞിട്ട് വെച്ച പോരെ അതൊക്കെ. സുകന്യേ ഡി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്ക്, ഉച്ചക്ക് ആൾക്ക് ഉണ്ടാക്കാൻ. ഏട്ടനത് വറുത്ത് കൊടുക്കാൻ. ഏട്ടനത് കളയുന്നതിന് ഭയങ്കര സങ്കടമല്ലേ, നമുക്ക് പൈസ കൊടുത്തിട്ടൊന്നും അല്ലേ വാങ്ങണത്. നീ എന്തെങ്ങനെയൊക്കെ പറയുന്നത്, എന്താ ചെയ്യല്ലേ, നല്ല മാത്രല്ലേ. എന്തൊക്കെ കാണണം ഭഗവാനെ ഇവിടെ, എന്തൊക്കെ കാണണം ഭഗവാനോ, മാന്തലല്ലേ ഭഗവാൻ. ഇന്നലെ അനിയേട്ടന് എന്താ വീഡിയോയിൽ മിണ്ടാതിരുന്ന് പ്രസ് ചേച്ചിയോടുത്ത് തെറ്റിയിട്ടാണോ ചോദിച്ചിരുന്നു. എന്താ തക്കാളി കിട്ടോ, അപ്പോൾ ഒരു തക്കാളി കേട് വന്ന്, തക്കാളിക്ക് മാത്രം വില കുറഞ്ഞിട്ടുണ്ട് അല്ലേ. തക്കാളി വാങ്ങി, ടൊമാറ്റോ തക്കാളി ചോറും തക്കാളിക്കറി ഒക്കെ ആയിട്ട് പോട്ടേന്ന്. തക്കാളി വല്ലാണ്ട് ഇതാട്ടോ നമ്മുടെ ഇത് വെന്തു. എന്താണ് അതെ, വെറുതെ പറയ സുകന്യ അതൊക്കെ. ഈ പാൻറ് അനിയേട്ടൻ്റെ ആണോ ചോദിച്ചിരുന്നു. ഇത് അനിയേട്ടൻ്റെ അല്ല കേട്ടോ, ഇത് ഞാൻ വർക്കൗട്ടിന് പോകുമ്പോൾ ഇടുന്ന പാൻറ്റുകളാണ് 2 അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഇനി വീട്ടിൽ കൂടെ നമുക്ക് ഇങ്ങനത്തെ ഇട്ടാലോന്നതാ ഉപ്പ് അല്ലേ. ഏട്ടൻ്റെ അടിച്ചു മാറ്റി ഇടുന്നില്ല, ഏട്ടൻ ഞാനും പാടെ ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് ഏട്ടൻ്റെ എൻ്റെ പാൻറ് എങ്ങനെ നടക്കുള്ളൂ, എൻ്റെ പാൻറ് എങ്ങനെ നടക്കുള്ളൂ, എന്താണ് അത് കൊള്ളില്ല. ഓ കയ്യിലുണ്ട്, ഒരു കാലിടാൻ പറ്റില്ല. എടി പൊണ്ണേ, തലയിൽ പാമ്പി ഉണ്ടോ?
പേന വിചാരിച്ചിട്ടോ, പേരല്ലേ ഇതാണ്ടോ, എന്താ പറയാ, ചകിരിയുടെ. ഇന്നലെ എന്താ വിറക് വരയില കടന്ന് ചകിരിയൊക്കെ പുറത്തല്ലെങ്കിൽ കടാൻ. ആ അത് ഞാൻ പറഞ്ഞിട്ടില്ല. ആ സൂര്യ പറയട്ടെ. ഇടയ്ക്കൊരു കാറ്റ് വീശപ്പോഴേ കിട്ടുന്നൊരു സന്തോഷല്ലേ, ഒരാശ്വാസല്ലേ. കുറച്ചും കൂടി ഒന്ന് വെള്ളം കുലുക്കി ഒഴിക്കട്ടെ. ഇവിടെ ചോറ് കൊണ്ട് വയ്ക്കട്ടെ. മീനും വെക്കില്ലേ, അപ്പൊ കഴിക്കാറാകുമ്പോ വറുത്താ പോരെ. ഓ മതി. ആശുപത്രി പോയവര് വരുന്നു. ആ എന്താ കുഞ്ഞുണ്ണി വെയ്യണ്ടേയോ? ആടുന്നോ? ആ അപ്പൊ അതന്നെയല്ല എന്റെ വെയ്യായി ഛർദിക്കായിരിക്കോ അത്താ. ഈ ഒരു കൊള്ളിയിലെല്ലാം ആയോ? ചോറും കറിയൊക്കെ ആയി. നന്നായി. അമ്മൂന് പരീക്ഷയ്ക്ക് പോവാറായില്ലേ? എന്താ കഞ്ഞിവെള്ളം വേണോ? കത്തി ഇതാ. നമ്മൾ തേങ്ങ വറുത്ത ചട്ടിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ കഴുകുമ്പോൾ അത്രയും സമാധാനമായില്ലേ. ഇപ്പോൾ നമ്മുടെ കറി ആയപ്പോഴേക്കും എന്ത് വന്നു എന്നറിയോ, വെയിൽ വന്നു, നല്ല വെയിൽ വന്നു. ഇനി കഴിക്കേണ്ട സമയമാകുമ്പോഴേ ഉള്ളൂ കേട്ടോ നമ്മൾ മീൻ വറുക്കുക. പിന്നെ മാങ്ങപ്പിലിട്ടുണ്ട്. ബാക്കി നമുക്കല്ലേ വേഗം ഇവിടെ അടിച്ചു വരി തുറയ്ക്കണം, പുതിയ വീട് അടിച്ചു വരി തുറയ്ക്കണം കേട്ടോ. പുതിയ വീടും ഇവിടേക്ക് അടിച്ചു വരി തുറയ്ക്കട്ടെ. അതിൻ്റെ മുമ്പ് രാവിലെ എടുത്തിട്ട് അവിടെ പോയിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ എടുത്തിട്ട് വരും. അതിന് അവരുടെ കൊമ്പൊക്കെ വെട്ടി താഴത്തേക്ക് കൊമ്പ് വെട്ടി. അതായത് ഈ പുഴുക്കുത്ത് പോലെ നമ്മളാണോ വെച്ചാൽ ഈ കറിവേപ്പിൻ്റെ ഇലല്ലേ കടയിലത്തെ വാങ്ങണേക്കാളും ഇവിടെ നാട്ടിലുള്ളത് വാങ്ങി നാട്ടിലത്തെ ഇട്ട് നല്ലത്. നമ്മുടെ ഈ മണ്ണിൽ കറിവേപ്പിൻ്റെ ഇല ഉണ്ടാവില്ല. ഒരാളോട് പറയാൻ നാണക്കേടാണ് നമ്മുടെ വീട്ടിൽ കറിവേപ്പില്ല എന്ന് പറയാൻ. ബാക്കി ഈ ഭാഗത്ത് അവിടെ തന്നെ ഉള്ളൂ. ഇനി കുറച്ച് ദിവസം വീട്ടിൽ അമ്മ വന്ന് നിൽക്കുമ്പോഴേ ഉള്ളൂ ഒരു കറിവേപ്പ് വെക്കണം. അമ്മ വെച്ചാൽ ഉണ്ടാവും കേട്ടോ. നമ്മൾ വെച്ചാൽ എന്താണെന്ന് അറിയില്ല, അത് വേഗം നശിച്ചു പോകുന്നുണ്ട് അല്ലേ. ഈ മണ്ണിന് മുറുക്കം കൂടുതലത്ര. അറിയില്ല. ഇനി എന്താ മുളക് പൊടിയും ചെറിയ ഉള്ളിയും പാടെ കൂട്ടിയിട്ട് നമ്മൾ മീനിൻ്റെ മസാല തിരിഞ്ഞേക്ക് വറുക്കുക കേട്ടോ. ഇനി അവിടെ പോയിട്ട് അവിടുത്തെ അടിക്കുകയും തുടയ്ക്കലും ചെയ്യട്ടെ. ഇപ്പോൾ ഇവിടേക്ക് കഴിക്കേണ്ട സമയമാകുമ്പോഴേക്കും വന്നാൽ കേട്ടോ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നടക്കണം.